എൻ്റെ പേര് രാഷ്മിനി. ഞാൻ കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ പ്രധാനമായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് എൻ്റെ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ UAE വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 വർഷത്തെ വിസയിലായിരുന്നു ഞാൻ പോയിരുന്നത്. പക്ഷേ 1 വർഷം ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അതിനേക്കാളും നല്ലൊരു ജോലി വാഗ്ദാനം ചെയ്തിട്ട് എന്നെ ആ ജോലിയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യിപ്പിച്ച് നാട്ടിൽ വിടുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് എനിക്ക് വേറൊരു വിസ കിട്ടുകയോ പിന്നീട് എനിക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ സാധിക്കുകയോ ചെയ്യാത്ത ഒരവസ്ഥയിൽ 10 മാസത്തോളമായിട്ട് ഞാൻ നാട്ടിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുകയായിരുന്നു. കാരണം ഞാൻ ഈ 10 മാസവും പല സ്ഥലങ്ങളിലും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ട്. UAE പിന്നെ 2 വർഷത്തെ ആ വിസയിൽ ക്യാൻസൽ ആവാതെ പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായിട്ട് വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് അപേക്ഷ കൊടുത്തു. പക്ഷേ വിസയെല്ലാം റിജക്റ്റ് ആവുകയായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും. ഉടമ്പടി എടുത്തത് ഞാൻ കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുന്നത്. അതിൽ ആദ്യത്തെ ഉടമ്പടിയായിട്ട് ഞാൻ പറഞ്ഞിരുന്നത് എൻ്റെ ഒരു ജോലിക്കാരിയാണ്. ഞാൻ 18-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി 23-ാം തീയതി എനിക്ക് വിദേശത്ത് ജോലിക്കായിട്ട് വിളിക്കുകയാണ്. അത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് ഞാൻ അപേക്ഷ കൊടുത്തത്. പക്ഷേ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. കാരണം 10 മാസത്തോളം ഞാൻ 100% ജോലി കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തെടുത്ത് പോലും എനിക്ക് ജോലി കിട്ടാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി കഴിഞ്ഞ മാസം 18-ാം തീയതി ഉടമ്പടി എടുത്ത് 23-ാം തീയതി ഞാൻ അപേക്ഷ കൊടുത്തു ജോലിക്ക് വേറൊരു സ്ഥലത്തേക്ക്. 23-ാം തീയതി അപേക്ഷ കൊടുത്തതിൽ 25-ാം തീയതി എന്നെ ജോലിക്ക് സെലക്ട് ചെയ്തതായിട്ട് വിളിച്ച് പറയുകയും ഈ 13-ാം തീയതി ഈ മാസം 13-ാം തീയതി ഞാൻ പോവാണ് ജോലിക്കായിട്ട്. അതിന് മുന്നേ ഞാൻ മാതാവിനെ വന്ന് കണ്ട് അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് കിട്ടിയ സാക്ഷ്യം ഞാനിവിടെ വന്ന് പറയുമെന്ന്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്കിത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് അത്രയും വിശ്വാസമാണ്. ഞാനൊരു ഹിന്ദുവാണ്. ഞാൻ നേരത്തെ അമ്പലങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്തും ഞാൻ പള്ളിയിലും പോകുമായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഞാൻ എവിടെയും പോകാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം ഒന്നിലും എനിക്ക് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ എങ്കിലും ഇടയ്ക്ക് ഞാൻ പള്ളിയിലൊക്കെ പോകും. എന്നാലും അങ്ങനെ ഒരു വിശ്വാസമായിട്ടൊരു പ്രാർത്ഥന എനിക്കില്ലായിരുന്നു. പള്ളിയിൽ പോകും, എന്തെങ്കിലും നമുക്ക് കഷ്ടപ്പെടുത്തരുതേ എന്നൊരു വാക്ക് പറയാം, അത്രയും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ എൻ്റെ അവസ്ഥ കണ്ടിട്ടാണ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഇവിടെ കഴിഞ്ഞ 18-ാം തീയതി ഇവിടെ കൂട്ടിക്കൊണ്ട് വരികയും അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും 5 ദിവസത്തിനുള്ളിൽ എനിക്ക് അനുഭവം കിട്ടുകയും ചെയ്തു. അപ്പോഴത്തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ വന്ന് പറഞ്ഞിട്ടേ എന്തായാലും പോകത്തുള്ളൂ എന്ന്. അതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞ മാസം തന്നെ പോകായിരുന്നു. എനിക്കിവിടെ വന്നിട്ട് ഇത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് ഇത്രയും ദിവസം ഞാൻ ഇങ്ങോട്ട് നീട്ടി വെച്ചത്, പോകാനുള്ള ആ ഒരു അവസരം. അതുകൊണ്ട് ഞാൻ 13-ാം തീയതി പോവുകയാണ്. എൻ്റെ മാതാവിനോട് ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയുകയാണ്. ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല.